അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വരെ ഈ അൽക്കുലത്തെ സാധനങ്ങളെല്ലാം കൂടി വാരിപ്പറക്കി കട്ടിലിൽ വെച്ചിട്ട് എന്ത് ചെയ്യാന്ന്. അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇതെൻ്റെ മടി കാരണം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും മടിച്ച് ഞാൻ എൻ്റെ ഗ്യാലറിയിലിട്ടിരുന്ന ഒരു വീഡിയോ, കൊച്ചുവിൻ്റെ ബർത്ത്ഡേന്ന് തലേന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇപ്പം എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ബർത്ത്ഡേ പ്രിപ്പറേഷൻ. കുട്ടിക്ക് 19 വയസ്സാവും. അതുകൊണ്ട് തന്നെ 19 ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. കാരണം ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഞങ്ങൾ കുട്ടിയുടെ കൂടെ ഉള്ളൂ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അത്യാവശ്യം വേണ്ട കുറച്ചധികം സാധനങ്ങൾ മേടിച്ച് 19 ഗിഫ്റ്റായിട്ട് റാപ്പ് ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എല്ലാവരും കൂടി ഇന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ കൊടുക്കും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓൾറെഡി ഞങ്ങളൊരു ചെറിയ പ്ലാനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും അതൊന്ന് ഓർപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ. കൊച്ചു അറിയാതെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി താഴെ ഇറങ്ങി വന്നത് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ വന്ന് കൃഷ്ണയുടെ ഡോറ് കൊട്ടാൻ തുടങ്ങി. കൊച്ചുവിന് ഡോറ് കൊട്ടിക്കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുന്ന അസുഖം ഉള്ളതുകൊണ്ടും ആ കൊട്ടൽ കഴിഞ്ഞിട്ട് കുറേ നേരം സൈലൻസ് ആയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് അത് കൊച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള സാധനങ്ങളെല്ലാം വാരിപ്പറക്കി കൃഷ്ണയുടെ ബാഗിനകത്ത് വെച്ചിട്ട് കൃഷ്ണ പോയി ഡോറ് തുറന്നു നോക്കി. ഡോറ് തുറക്കുന്നതിന് മുമ്പും കൃഷ്ണ ചുറ്റിനും നോക്കുന്ന എല്ലാ തെളിവും നശിപ്പിച്ചോ എന്നാണ്. ഡോറ് തുറന്ന് നോക്കിയപ്പം അവിടെ ഒന്നും ആരെയും കാണില്ല. കൃഷ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ടും ആരെയും കാണില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വെളിയിൽ പോയി നോക്കി. വെളിയിൽ പോയി നോക്കിയപ്പോഴാണെങ്കിലോ കൊച്ചു തന്നെ വന്ന് കൊട്ടിയത്. കൊച്ചു ഞങ്ങളെ കൊട്ടി ഞങ്ങൾ ഡോറ് തുറക്കാതിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ എവിടാന്നറിയാൻ വേണ്ടി കൊച്ചു പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് വരെ ചോദിച്ചു ഞങ്ങളെ കണ്ടുവന്ന്. അവളെ അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിഷയം എങ്ങനെയോ മാറ്റി അവളെ മേളിൽ കൊണ്ടുവന്നു. കൃഷ്ണയുടെ റൂമിൽ പോകാൻ അവളെ സമ്മതിച്ചതുമില്ല. പെട്ടെന്ന് അവളെ കൊണ്ടൊന്ന് മേളി വന്നു. മേളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പെട്ടെന്നൊരു പ്ലാൻ, നമുക്ക് ബെഡെല്ലാം ഒന്നിച്ച് താഴെ വിളിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് കിടന്നുറങ്ങാന്ന്. ഇവരിങ്ങനെ അനങ്ങാതിരിക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ വീഡിയോ എടുക്കാണ് എന്നുള്ള കാര്യം അറിയാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാനും താഴെ വന്നിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അല്ലേ, കൊച്ചുവിൻ്റെ അടുത്ത് ഒരു കള്ളത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങേണ്ട ഞാൻ ദാണ്ട് ഇവിടെ തറയിൽ വന്ന് കിടന്നുറങ്ങും. ഞാൻ മാത്രമല്ല എല്ലാത്തിനെയും വിളിച്ച് തറയിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. ബാക്കി വിശേഷങ്ങളും ബർത്ത്ഡേ വ്ലോഗും ഒക്കെ ആയിട്ട് അടുത്ത പാർട്ടിൽ വരാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ബൈ.